ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്ന് പോകുന്നത് വെളങ്ങണ്ണിയിലോട്ടാണ്. വെളങ്ങണ്ണി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ കൊല്ലം പോകുന്ന ഒരു സ്ഥലമാണ്, മുടങ്ങാണ്ട് പോകുന്ന സ്ഥലമാണ്. ഓൾമോസ്റ്റ് നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഓശാന കഴിക്ക് നമ്മൾ തിരിച്ചു വരും. ഓശാന ഞായറാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ കുനിക്കുട്ടിയൊക്കെ റെഡി ആയിട്ടുള്ളൂ, മുടിയൊന്നും കെട്ടിയിട്ടില്ല. ഞാനും റെഡി ആവുന്നുള്ളൂ. നമുക്ക് 5 മണി 5:30ക്കാണ് നമ്മുടെ വണ്ടി വരാം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ കാണാം. ബൈ. നമ്മളത് ഇറങ്ങാണ്. വെളങ്ങണ്ണിപ്പ അങ്ങനെ പിന്നെ നമ്മളിത് ഇറങ്ങി, നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങി. നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് വെയിറ്റ് ചെയ്യാണ്. കാരണം അവിടേക്ക് പള്ളിയുടെ അവിടേക്ക് പോകാൻ കുറച്ച് ദൂരമുണ്ട്. പിന്നെ ഞാൻ പാലക്കാടാണ് ഇറങ്ങണം. അപ്പോൾ പിന്നെ ഞാൻ വണ്ടി കൊണ്ടുപോയി ശരിയാവില്ല. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് വെയിറ്റ് ചെയ്ത് നമ്മളിത് പള്ളിയിലെത്തി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ വണ്ടി ഇത് വന്നിട്ടുള്ളൂ. ജീസസ് നമ്മളാണ് വണ്ടിയുടെ പേര്. നമ്മളിത് വെളങ്ങണ്ണിക്ക് പോവാണ്. ഞങ്ങൾ ചേച്ചിയും ചേട്ടനും ഫാമിലിയൊക്കെ പോകാറ്. ഇപ്രാവശ്യം നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ സെറ്റായി, ആൾക്കാരൊക്കെ സെറ്റായി. നമ്മളെല്ലാ കൊല്ലവും ഞങ്ങൾ ഇത്രയും വർഷവും നമ്മൾ മുടങ്ങാണ്ട് പോവുകയാണ് ഒരു സ്ഥലമാണ് വെളങ്ങണ്ണി. ഇപ്പം എനിക്ക് 26 വയസ്സായി. 26 വർഷവും നമ്മൾ മുടങ്ങാണ്ട് പോകുന്ന സ്ഥലമാണ് വെളങ്ങണ്ണി. എൻ്റെ ചേച്ചിയും ചേട്ടനും അച്ഛനും അമ്മയ്ക്ക് എല്ലാവരും ഉണ്ട്. ചിന്ന ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ, അച്ഛനും പെൺകുട്ടി. പിന്നെ എൻ്റെ കെട്ടിയവൻ കഴിഞ്ഞ കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. നല്ല ഹാപ്പി ആയിട്ട് പോയിട്ട് വരട്ടെ അല്ലേ? നമുക്ക് നമ്മുടെ ലിജോ ചേട്ടൻ വന്നിരിക്കുന്നു. കമ്പനിക്കാരൻ ചാനൽ ഫോളോ ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കമ്പനിക്കാരൻ ചാനൽ ഫോളോ ചെയ്യാം. അങ്ങനെ പിന്നെ നമ്മൾ യാത്രയൊക്കെ പുറപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വടക്കാഞ്ചേരിയിൽ ഇറങ്ങിക്കാണ്. എല്ലാ കൊല്ലം അവിടെ തന്നെയാണ് ഇറങ്ങാറ്. പമ്പിൽ ഡിഫറൻസ് ഉണ്ട്. കുറച്ച് അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിതേ തിരികെ വണ്ടിയിൽ കയറും. പിന്നെ മോർണിംഗ് അവിടെ ഒരു വെളുപ്പിനായിട്ടൊക്കെ എത്തുള്ളൂ കേട്ടോ. നമ്മളവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചുമ്മാ വർത്താനം പറഞ്ഞ് കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ വണ്ടിയിൽ കയറും. നമ്മൾ വെളങ്ങണ്ണിയിൽ എത്തി കഴിച്ച് നമ്മളിവിടെ റൂമൊക്കെ എടുത്തു. 5:15 ഇപ്പം നമ്മളിവിടെ എത്തി. കോലം വണ്ടി കിടന്ന് ഉറങ്ങി. എൻ്റെ വണ്ടി കിടന്ന് തന്നെ രാവിലെ എണിച്ച് നമ്മളെ പള്ളിയിൽ പോവും. കുർബാനയുണ്ട്, മലയാള കുർബാനയുണ്ട്. കുർബാനയൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിച്ച് അപ്പം ഗൈസ് നമ്മളുടെ റെഡിയായി. സുത്തും റെഡിയായി. സുത്തുൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടോ? ഞാൻ കെട്ടി കൊടുത്താണ്. അമ്മ റെഡിയായി, അച്ഛൻ റെഡിയായി, ഓൾറെഡി പോയി. നമുക്ക് പള്ളിയിൽ പോയിട്ട് കാണാം. അച്ഛൻ മോളും രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുർബാനയ്ക്ക് പോകണം. മലയാള കുർബാനയുണ്ട് 9 മണിക്ക്. അതിന് പോയിട്ട് നമ്മൾ കുറച്ച് നേർച്ചയുണ്ട്. നേർച്ചയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വൈകുന്നേരം. അങ്ങനെ പിന്നെ നമ്മളിതേ നടക്കുവാണ്. നമ്മുടെ ലോഡ്ജിൽ നിന്ന് കുറച്ചൊന്ന് നടക്കാനുണ്ട് കേട്ടോ. പക്ഷേ എല്ലാ പള്ളിയിലേക്കും എത്താൻ പറ്റും പെട്ടെന്ന്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അച്ഛനും അമ്മയും ഞാനും ഒക്കെ കൂടി നടക്കുവാണ്. സുത്തും കൂടിയിട്ട് നമ്മുടെ പള്ളി, മലയാളം കുർബാന നടക്കുന്ന പള്ളി. അപ്പോൾ നമ്മളവിടെ ഇരിക്കുകയാണ്. ഏകദേശം നമ്മൾ നേരത്തെ തന്നെ എത്തിക്കാനും എത്തുമ്പോൾ തന്നെ ഒരു കുർബാന, തമിഴ് കുർബാന കണ്ടിരുന്നു കഴിഞ്ഞ് നമ്മളവിടെ എത്തിപ്പിക്കും. സീറ്റൊക്കെ നമുക്ക് ഉണ്ട്, അല്ലെങ്കിൽ തന്നെ എല്ലാവരും അവിടെ ഇവിടെ പോയി ഇരിക്കാറ്. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുർബാനയും കാര്യങ്ങളും നമ്മൾ കുറച്ച് നേർച്ചയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മളിത് തിരികെ റൂമിലേക്ക് എത്തി. നന്നായിട്ടൊന്ന് ഉറങ്ങണം. പിന്നെ എങ്കിൽ നമ്മൾ 4 മണിക്ക് ഒന്നുകൂടി പുറത്തേക്ക് പോയിട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു സ്വിമ്മിങ് പൂളുണ്ട്. അപ്പോൾ സുത്തൂന് കുറേ നേരം അതിനുള്ളിൽ ഇറങ്ങണം പറഞ്ഞിട്ട് ആജിയിട്ട് അച്ചാച്ചിന് മൂളയിൽ ഇറങ്ങി കുളിക്കും. അങ്ങനെ നമ്മൾ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലിരുന്നു. ഇനി നമ്മൾ ഇപ്പോൾ വൈകുന്നേരം വീണ്ടും പള്ളിയിൽ പോവാണ്. കുറച്ച് നേർച്ച കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ മുട്ടിട്ട് കഴിഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണാട്ടോ. സുത്തുമണി അച്ഛനമ്മയൊക്കെ നടന്നു. ഇതാണ് നമ്മുടെ
വെളങ്ങണ്ണി പള്ളിയിലെ മെയിൻ പള്ളി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നേർച്ച എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മാതാവിന് പൂമാല സമർപ്പിക്കും, പിന്നെ മെഴുകുതിരിയൊക്കെ കത്തിക്കും, പിന്നെ കുറേ ആൾക്കാർ കത്തിച്ചോട് പറഞ്ഞിട്ട് നേർച്ചയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു നമ്മൾ. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് അതൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ബീച്ചിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എവിടെ എത്തി ഗൈസ്? കടലിൽ. അങ്ങനെ നമ്മളത് ബീച്ചിലെത്തി. ബീച്ചിൻ്റെ സൈഡിലൊക്കെ കുറേ സീ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മളതൊന്നും ട്രൈ ചെയ്യാറില്ല, പൊതുവേ ട്രൈ ചെയ്യാറില്ല. പിന്നെ എനിക്ക് നോയമ്പായതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കണില്ല. പിന്നെ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഒന്ന് കാലൊക്കെ നനച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ചായ കുടിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഫൈനലി ഒരു 6:30 ആയപ്പോൾ നമ്മൾ അവിടെ പതുക്കെ ഇറങ്ങുമ്പോൾ എപ്പോഴും ഉള്ള ആസ് യൂഷ്വൽ കാര്യമാണ് കരിക്ക് എന്തായാലും കുടിക്കും, അത് എവിടെ പോയാലും കുടിക്കും. അപ്പോൾ കരിക്ക് അച്ഛനും അമ്മയും ഞാനും സ്വത്തൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പള്ളി ഓൾമോസ്റ്റൊക്കെ എത്തി. അങ്ങനെ പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എനിക്കൊരു നേർച്ചയുണ്ട്. എല്ലാ കൊല്ലം ഞാൻ ചെയ്യണതാണ് മുട്ടുത്തി അഴയും. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, പക്ഷെ ഇത്ര ചെറുതായിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതൊരു ആൾക്കാരുടെ നേർച്ചയാണ്, മുട്ടുത്തി അഴിഞ്ഞ് മാതാവിൻ്റെ നടയിൽ പോകാമെന്നുള്ളത്. ഫൈനലി നമ്മളിത് റൂമെത്തി നമ്മളുടെ കാലൊക്കെ ഉണ്ട്, മുട്ടുത്തി അഴിഞ്ഞൊരു വിധമായി കാലൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. എഴയന്തൊന്നും ഞാൻ എടുത്തില്ല, കാരണം അത് ശരിയാവില്ല, ഒരുപാട് ഭക്തി. നമ്മൾ തിരികെ റൂമിൽ പോയിട്ട് പുറത്തുനിന്ന് ഫ്രഷപ്പായിട്ട് ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങും. ഒന്നും മേടിച്ചിട്ടില്ല പെണ്ണിന്. അങ്ങനെ നമ്മളിതേ റൂമിലേക്ക് എത്തി, ഒന്ന് ഫ്രഷപ്പായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി. കാരണം സ്വത്തുവിനും ഉണ്ണിക്കുട്ടനോ ഒന്നും മേടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കണം, സാധനങ്ങളല്ലേ, പിള്ളേരല്ലേ, എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ. എന്നാലും വിളങ്ങാണ്ടി വന്നിട്ട് ചുമ്മാ കൈവച്ച് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിള്ളേർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മളിത് തിരികെ റൂമിലേക്ക് പോവുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് കയറി, എങ്കിൽ കൂടി എൻ്റെ കൊച്ചിനൊന്നൊരു വിശന്നു എത്രേ. അപ്പോൾ അച്ചാച്ചൻ പോയിട്ട് ചെറിയൊരു എന്താ പറയുക ദോശ മേടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ അത് കഴിക്കണ സീനാണ് ഈ കാണുന്നത്. ഓൾറെഡി ഭക്ഷണം കഴിച്ചിട്ട് കയറി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ കൊച്ചിനൊന്നുകൂടി വിഷമം എത്രേ. അപ്പോൾ പിന്നെ അവൾക്ക് അതിൻ്റെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ രാത്രി കിടന്ന് പറഞ്ഞ് നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് നമ്മൾ 9 മണിക്ക് ബസ് റിട്ടേൺ നമ്മൾ തിരിക്കും കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഓശാന ഞായറാഴ്ചയാണ്. ഇനി പള്ളിയിലൊക്കെ പോയി ഓശാന മേടിച്ച്, ഓശാനല്ലോ കുരുത്തോലൊക്കെ മേടിച്ചിട്ട് നമ്മൾ 9 മണിയാകുമ്പോൾ വണ്ടി കയറി പോവും. ബൈ. അങ്ങനെ നമ്മളത് പള്ളി എത്തി. പള്ളിയുടെ ഉള്ളിലേക്കൊന്നും കിടക്കാൻ പറ്റില്ല, കാരണം നല്ല തിരക്കാണ്, കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അച്ഛൻ പോയിട്ട് അവിടെ സൈഡിൽ പോയി നിന്നിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിലാണ് നിൽക്കണത് കേട്ടോ, കാരണം കുർബാന കഴിഞ്ഞിട്ടാണ് കുരുത്തോല കൊടുക്കുക. അപ്പോൾ പിന്നെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മളെ തിരക്കിനിടെ പെടണ്ടല്ലോ, കൊച്ചുള്ളത് കൊണ്ട് നമ്മൾ സൈഡിൽ ഒതുക്കി എപ്പോഴും ഇവിടെ തന്നെ നിൽക്കുക. അച്ഛൻ പോയിട്ടാണ് കളക്ട് ചെയ്തിട്ട് വരിക. അപ്പം കുർബാനയൊക്കെ കഴിഞ്ഞു. അവിടെ കുരുത്തോലൊക്കെ കൊടുത്തു തുടങ്ങി. കൊടുത്തോടെ നമുക്കത് കിട്ടി, തമ്പുരാൻ സഹായിച്ച് കിട്ടി. അങ്ങനെ പിന്നെ നമ്മളിത് റിട്ടേൺ റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം വണ്ടി കയറിയിട്ട് പിന്നെ നമ്മൾ ബാക്ക് ടു ഹോം. അതിൻ്റെ ഇടയിൽ പോകുന്ന വഴിയിൽ നമ്മൾ പഴനിയിലൊന്ന് ഇറങ്ങും കേട്ടോ, ഇറങ്ങിയിട്ടാണ് നമ്മൾ പോവുള്ളൂ. അപ്പം കാണാം. അങ്ങനെ പിന്നെ നമ്മളത് അവിടെ നിന്ന് തിരിച്ചു, വെളങ്ങണ്ണിയിൽ നിന്ന് യാത്ര തിരിച്ചു. അപ്പോൾ ഞാൻ സ്വത്തും കുറേ ചെറിയ ഫണ്ണും കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ വണ്ടിയിൽ നല്ല പാട്ടും ബഹളവും അങ്ങനെയൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഡാൻസൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മൾ ഇതേപോലെ ലാസ്റ്റ് സ്പോട്ടായ പഴനിയിൽ എത്തിയിട്ടുള്ളൂ. വെളങ്ങണ്ണി പോയി കഴിഞ്ഞാൽ ഒന്നും പഴനിയിൽ കാല് കുത്തിയിട്ട് നമ്മൾ തിരിച്ചു പോകാറുള്ളൂ. അപ്പോൾ നമ്മൾ പഴനിയിലെത്തി, നമ്മൾ നടക്കുകയാണ്. കുറച്ചൊന്നും ബുദ്ധിമുട്ടി, കാരണം മുന്നേ വണ്ടി ഇടുന്ന സ്ഥലത്തല്ല ഈ പ്രാവശ്യം വണ്ടി ഇട്ടത്, അതാണ് കൊണ്ട് കുറച്ചൊന്നും വഴി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് അവിടെ തന്നെ എത്തി. അവിടെ എത്തിയപ്പോൾ ചെറിയൊരു ഫങ്ഷൻസ്, അവിടെ എപ്പോഴും എപ്പോൾ പോയാലും ചെറിയ ഫങ്ഷൻസ് എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ കാവടിയൊക്കെ ആൾക്കാർ കാവടി ആടുന്നുണ്ടെങ്കിൽ പിന്നെ നാക്കിൽ ഷൂലൊക്കെ തറച്ചിട്ട് അങ്ങനെ. പിന്നെ അവർ കുറച്ച് നേരം നടന്ന് പിന്നെ മേലേക്ക് കയറി. നമ്മൾ മേലേക്കൊന്നും കയറില്ല, അതിനുള്ള സമയമൊന്നുമില്ല. നമ്മൾ ചുമ്മാ അവിടെ റൗണ്ട് അടിച്ച് ചെറിയ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ കുറേ ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, കുറേ കടകളൊക്കെ അവിടെ ക്ലോസ് ആക്കി, മൊത്തം മാറ്റമായി, മൊത്തം ചേഞ്ചസ് ആക്കി. അങ്ങനെ കുറച്ച് നേരം അവിടെ അല്ലാതെ ചില്ലാതെ നടന്ന് ഒരു 7 o'clock ആയപ്പോൾ നമ്മൾ റിട്ടേൺ നമ്മുടെ വണ്ടിയിലേക്ക് എത്തി.
അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വണ്ടിയിലേക്ക് കയറി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി. അപ്പോൾ ഈ ഒരു വേളാങ്കണ്ണി യാത്രയുടെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഞാൻ പാലക്കാട് ഇറങ്ങും, അച്ഛനും സ്വത്തും അമ്മയൊക്കെ ചാലക്കുടിയിൽ ഇറങ്ങും. പക്ഷേ ബാക്ക് ടു ഞാൻ നാളെ തന്നെ പിറ്റേ ദിവസം നേരത്തെ ചാലക്കുടി പോവും, അത് വേറൊരു കാര്യം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.